ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് വരുന്നത് റാന്നി പെരുന്നാളാണ്. ഇതിൻ്റെ രണ്ടാമത്തെ വർക്കാണ് അവിടെ. കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ റാന്നി ബസ് നിർത്തുന്നിടത്ത് നിന്ന് കുറച്ച് വെയിൽ കൊണ്ടപ്പോൾ തന്നെ റാന്നി ബസ് വന്നു. ആദ്യത്തെ വർക്ക് ഒരു 7-8 മാസം മുന്നേ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു വഴിയൊക്കെ. പിന്നെ പത്തനംതിട്ട വന്നപ്പോഴത്തേനും വഴിയൊക്കെ ക്ലിയർ ആയി, കാരണം പിന്നെ എനിക്കെല്ലാം ഓർമ്മ വന്നു. അങ്ങനെ ആ ഓർമ്മയിൽ ഞാൻ നേരെ പെരുന്നാട് ബസ്സിൽ കയറി. ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 മണിക്കൊരു ബസ് ഉണ്ടായിരുന്നു. കറക്റ്റ് 9 മണിക്കാണ് ഈ ബസ് വന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, ഇത്ര ദൂരം ഉണ്ടെങ്കിലും യാത്ര ഒരിക്കലും ബോറടിക്കത്തില്ലെന്ന്, കാരണം അമ്മാതിരി വ്യൂ ആണ് അവിടെ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് സ്റ്റോപ്പിലെത്തി കുറച്ച് നടന്നപ്പോൾ തന്നെ ബ്രൈഡിൻ്റെ വീട് കണ്ടു. ബ്രൈഡ് പറഞ്ഞ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തുകയും ചെയ്തു. ചെന്നപ്പോൾ തന്നെ പതിവ് പോലെ ജ്യൂസ് കിട്ടി. പിന്നെ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് വർഷ ചേച്ചി. ചേച്ചി എന്നെ ബുക്കാക്കിയപ്പോൾ തന്നെ എനിക്ക് ഡിസൈൻസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് ആകെ ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ വരുമെന്നുള്ളതാണ്. ഞാൻ പിന്നെ ആഫ്റ്റർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഡൗട്ടെല്ലാം ക്ലിയർ ആയി. പിന്നെ ഞങ്ങൾ ഫ്രണ്ട് ഹാൻഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയപ്പോൾ തന്നെ ഉച്ചയായി. പിന്നെ അവിടുത്തെ കുഞ്ഞുമണിക്കും കൂടി ഇട്ട് കൊടുത്തു. കുഞ്ഞുങ്ങൾ ഇന്നലെ ആഗ്രഹം പറഞ്ഞല്ലേ നമ്മൾ നടത്തി കൊടുക്കണം. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ബാക്ക് ഹാൻഡും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് ഹാൻഡിലെ ഡിസൈൻ ചേച്ചി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മളത് അടിപൊളിയായിട്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതാണ് ബാക്ക് ഹാൻഡിൽ വരുന്ന ഡിസൈൻ. അപ്പോൾ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റ് ചെയ്യണം. പിന്നെ ഫീറ്റിൽ ഒരു ചെറിയ മണ്ടാല ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റിവ്യൂ കേട്ടാലോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് ചെയ്ത്, 2 ഹാൻഡും കൈയും എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഡിസൈൻ തന്നെയാണ് ചെയ്ത് തന്നേക്കാറ്. ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു പറയിപ്പിച്ച പോലൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞാൻ അവിടെ നിറങ്ങി. ചേച്ചി പറഞ്ഞു താഴെ തന്നെ നിന്നാൽ മതി, ബസ് കിട്ടുമെന്ന്. അങ്ങനെ കുറേ നേരം നിന്നെങ്കിലും ബസ് കിട്ടി. ബസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ തന്നെ ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു. മഴ പെയ്തപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് കാണാൻ അടിപൊളിയായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ല. അങ്ങനെ അതും കണ്ട് നേരെ പത്തനംതിട്ട വന്ന് പുല്ലൂർ ബസ് കിടക്കുന്നുണ്ട്. അതിൽ കയറി നേരെ പത്തനാപുരത്ത് വന്നിറങ്ങി. ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ താത്തയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.